ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആരവങ്ങളെല്ലാം അടങ്ങിയിരിക്കുകയാണ്. ഇനി ലോകം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പുറകെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പുറകെ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് ടൂർ ചെയ്തിരിക്കുകയാണ്. 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ കളിക്കാൻ പോകുന്നത്. അതിലെ ആദ്യ ടെസ്റ്റ് മത്സരം ഈ മാസം 20-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ഒരു സൈക്കിളിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരം നാളെ തുടങ്ങാൻ പോവുകയാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരത്തെ പറ്റിയുള്ള ഒരുപാട് വിശേഷണങ്ങൾ അല്ലെങ്കിൽ അവലോകനങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പര്യടനം നടത്തിയ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഡിസംബർ ജനുവരി സമയത്തായിരുന്നു. അവിടെ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അതിനു മുമ്പ് ന്യൂസിലൻഡ് ഇന്ത്യയിൽ വെച്ച് 3-0 പരാജയപ്പെടുത്തുകയുണ്ടായി. അതൊക്കെ കൊണ്ട് തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കാതെ പോവുകയും ചെയ്തു. ഇതിനു മുമ്പ് നടന്ന 2 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ മാറ്റുരച്ചിരുന്നു. ആദ്യ ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് പരാജയപ്പെടുത്തുകയായിരുന്നു. മൂന്നാമത്തെ ഫൈനലിൽ ഇന്ത്യക്ക് യോഗ്യത നേടാനാവാതെ പോവുകയായിരുന്നു. ആ ഒരു സ്ഥാനത്തേക്ക് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ആ ഒരു മത്സരമാണ്, അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരമാണ് നാളെ ലോക ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത്. വളരെ ആകാംക്ഷയോടെയാണ് ലോകം കാത്തിരിക്കുന്നത്. കാരണം ആരായിരിക്കും ടെസ്റ്റിൽ ലോക ചാമ്പ്യന്മാർ എന്ന് അറിയാൻ പോകുന്നു. അടുത്ത 2 വർഷത്തേക്ക് ആ ഒരു ടെസ്റ്റ് മത്സരങ്ങളിൽ ആരായിരിക്കും ലോകത്തിലെ ചാമ്പ്യന്മാർ എന്ന് അറിയാൻ പോകുന്നത് ഈ ഒരു മത്സരത്തിന് ശേഷമായിരിക്കും. അതിനുശേഷമുള്ള 2 വർഷത്തെ സൈക്കിളിന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയോടുകൂടി തുടക്കം കുറിക്കുകയും ചെയ്യും. ഏതായാലും നാളത്തെ മത്സരം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയെ നേരിടുന്നു. വലിയ ഇമ്പോർട്ടൻസ് ആണ് ഈ മത്സരത്തിൽ ലഭിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയ്ക്ക് ഈ കപ്പ് തിരിച്ചു പിടിക്കാനായിട്ട്, അതായത് അവർക്ക് ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ്, അത് നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുമോ, അതോ സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലോകകപ്പ് അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് ജയിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. 2025 ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, RCB 18 കൊല്ലത്തിന് ശേഷമാണ് ഒരു കപ്പ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുട്ബോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടീമുകൾ, ഒരിക്കലും ജയിക്കാതിരുന്ന ടീമുകൾ വർഷങ്ങൾക്ക് ശേഷം ജയിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. അതുകൊണ്ട് തന്നെ 2025 എന്ന് പറയുന്ന ഒരു അണ്ടർ ഡോഗ്സിന്റെ ഒരു വർഷമായിട്ടാണ് അറിയപ്പെടുന്നത്. ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി സൗത്ത് ആഫ്രിക്കയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കപ്പ് നേടാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. ഇതാണ് ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ്സിലെ ഒരു കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ ഈ കണ്ടീഷൻ പറയുന്ന സമയത്ത് എപ്പോഴും കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻസിനാണ്. കാരണം പിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിച്ചിൽ നോക്കിയിട്ടല്ല പലപ്പോഴും ബാറ്റ് ചെയ്യണോ ബൗൾ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, ആകാശത്തേക്ക് നോക്കിയിട്ടാണ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് എപ്പോഴും ഇംഗ്ലണ്ടിലേത്. ചെറിയ ചാറ്റൽ മഴയും അതുപോലെ തന്നെ മൂടിക്കെട്ടിയ നല്ല സ്വിംഗിങ് കണ്ടീഷൻസ് ആണ്. സ്വിംഗിങ് കണ്ടീഷൻസ് പറഞ്ഞാൽ എപ്പോഴും ഈ അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ഒരു 125 കിലോമീറ്റർ സ്പീഡിലൊക്കെ ബോൾ ചെയ്യുന്ന ഒരു മീഡിയം പേസ് ബോളറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം ഇന്ത്യൻ കണ്ടീഷൻസിൽ ഒരു 125 എറിയുന്ന ബോളർമാരെയൊക്കെ അടിച്ചകറ്റാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളർമാരായി മാറുന്നത് കാണാറുണ്ട്. ജെന്റിലായിട്ടുള്ള മീഡിയം പേസ് പോലും വളരെ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ലോർഡ്സിലും അതിന് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു സ്വിംഗിങ് കണ്ടീഷൻ ആയിരിക്കും. ലോർഡ്സിലെ ഒരു ക്ലൈമറ്റിൽ നന്നായിട്ട് ബോൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനീഷ്യലി ബാറ്റിംഗ് വളരെ ദുഷ്കരമായിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ടോസ് ജയിക്കുന്ന ടീം കൂടുതലും ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ലോർഡ്സിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് നല്ല ഒരു ശുഭസൂചനയല്ല. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. പക്ഷേ ഇങ്ങനെയുള്ള ടഫ് കണ്ടീഷനിലാണെങ്കിലും ഓസ്ട്രേലിയയെ പോലെയുള്ള ടീമുകൾ എപ്പോഴും ബാറ്റ് ചെയ്യാൻ തന്നെയാണ് ആദ്യം തീരുമാനിക്കുക. ആ ഒരു ആദ്യത്തെ ഇനീഷ്യലിയുള്ള ഒരു 2-3 മണിക്കൂറിലെ മൂവ്മെന്റ്സ് അത് ഒന്ന് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളിക്കാമെന്നുള്ളതാണ് അതിന്റെ പുറകിലുള്ള തന്ത്രം. അവസാന ദിവസം, അതായത് 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിച്ചിൽ ഒരുപാട് വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നത്തൻ ലയനൊക്കെ പോലെയുള്ള ബൗളർമാർക്ക് നല്ലപോലെ ടേൺ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കണ്ടീഷൻസിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു മത്സരം മാത്രമല്ല, ഇനി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരങ്ങൾ അടുത്ത ആഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. അവിടെയും ഇത് തന്നെയായിരിക്കും സ്ഥിതി. സ്വിംഗിങ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 പരിശോധിക്കാം. നമ്മൾ സൗത്ത് ആഫ്രിക്കൻ നിലയിലേക്ക് വരുമ്പോൾ ഏഡൻ മാർക്രം ആ നിലയിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പണിംഗിൽ ഉണ്ടാവുക ടോണി ഡിസോസിയാണ്.
ഇവർ രണ്ടുപേരും നല്ല ഫോമിലാണ്, രണ്ടുപേരുമായിരിക്കും ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. 1 ഡൗൺ പൊസിഷനിൽ തെമ്പ ബൗമ, നല്ല ഫോമിലാണ് തെമ്പ ബൗമയും, അദ്ദേഹം തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക. 4ാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് ബെഡിഹാം എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് അവരുടെ ടീമിലുള്ളത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. റിയാൻ റിക്കൽട്ടൺ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു അദ്ദേഹം മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യുക, വിക്കറ്റ് കീപ്പറാണ്. അദ്ദേഹമായിരിക്കും നമ്പർ 5 ഉണ്ടാവുക. നമ്പർ 6 ട്രൈസ്റ്റൺ സ്റ്റബ്സ് തന്നെ ആയിരിക്കും. അദ്ദേഹം നല്ല ഒരു പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ റെഡ് ബോളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 7 പൊസിഷനിൽ വിയാൻ മൗൾഡർ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ആണുള്ളത്. വിയാൻ മൗൾഡർ ആയിരിക്കുമോ അതോ കോർബിൻ ബോഷ് ആയിരിക്കുമോ? കോർബിൻ ബോഷ് മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിരുന്നു, ആ ഒരു താരമായിരിക്കും. ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും ആ ഒരു ഓൾറൗണ്ടർ പൊസിഷനിൽ നമ്പർ 7 പൊസിഷനിൽ കളിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കോ യാൻസൺ നല്ല പോലെ സ്വിംഗ് ലഭിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 9 പൊസിഷനിൽ അവരുടെ ടീമിലെ സ്പിന്നർ ആയിട്ടുള്ള കേശവ് മഹാരാജ് ആയിരിക്കും. നല്ല ഒരു സ്പിന്നറാണ്. ഒരു 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയൊക്കെ ദിവസത്തിലേക്ക് വരുമ്പോൾ സ്പിന്നർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിന് പറ്റുന്ന ഒരു സ്പിന്നർ തന്നെയാണ് കേശവ് മഹാരാജ്. നമ്പർ 10 പൊസിഷനിൽ കഗീസോ റബാദയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളറാണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പ്രകടനം എപ്പോഴും അവർക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 11 പൊസിഷനിൽ 2 ഫാസ്റ്റ് ബോളർമാർക്കാണ് സാധ്യതയുള്ളത്. ഒന്ന് ലുങ്കി എങ്കിഡിയാണ്, മറ്റൊന്ന് എന്ന് പറയുന്നത് ഡെയിൻ പാറ്റേഴ്സൺ എന്ന് പറയുന്ന മറ്റൊരു ബോളറാണ്. ഡെയിൻ പാറ്റേഴ്സൺ അതുപോലെ തന്നെ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ്. ഇതിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക, ആരായിരിക്കും ആ ഒരു ലെവലിൽ കളിക്കാൻ പോവുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ ഉസ്മാൻ ഖവാജയും സാം കോൺസ്റ്റാസും ആയിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. ഉസ്മാൻ ഖവാജ ഇന്ത്യയുമായിട്ടുള്ള പരമ്പരയിൽ അത്ര നല്ല ഫോമിലായിരുന്നില്ല, പക്ഷെ അതിനുശേഷം ശ്രീലങ്കയിൽ അദ്ദേഹം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. സാം കോൺസ്റ്റാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബുംറയുമായിട്ട് നേർക്ക് നേർ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയ താരമാണ്. അദ്ദേഹമാണ് ആ പൊസിഷനിൽ ഉണ്ടാവുക. ഇനി നമ്പർ 3 പൊസിഷനിൽ മാർണസ് ലാബുഷേൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്, നല്ല രീതിയിൽ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. നമ്പർ 4 പൊസിഷനിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് ആയിരിക്കും. സ്മിത്ത് നല്ല മികച്ച ഫോമിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 5 പൊസിഷനിൽ ട്രാവിസ് ഹെഡ് ആക്രമിച്ച് കളിക്കുന്ന താരമാണ്. നമ്പർ 6 പൊസിഷനിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള അലക്സ് ക്യാരി കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 7 പൊസിഷനിൽ ബ്യൂ വെബ്സ്റ്റർ എന്ന് പറയുന്ന ഓൾറൗണ്ടർ ഉണ്ട്. ബ്യൂ വെബ്സ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 125 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓസ്പിൻ കൂടെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. നല്ല ഒരു ബാറ്റർ തന്നെയാണ്. ഇപ്പൊ കൗണ്ടി ക്രിക്കറ്റിലൊക്കെ നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. നമ്പർ 8 പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് നല്ല ഒരു ബോളറും നല്ല ഒരു ബാറ്ററുമാണ്. നമ്പർ 9 പൊസിഷനിൽ മിച്ചൽ സ്റ്റാർക്കും നമ്പർ 10 പൊസിഷനിൽ ജോർജ് ഹേസൽവുഡും ആയിരിക്കും. രണ്ടുപേരും എത്ര മികച്ച ബോളർമാരാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. 3 പേസർമാരാണ് അവരുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്പർ 11 പൊസിഷനിൽ നത്തൻ ലയൻ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫ് സ്പിന്നറാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ നല്ലപോലെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ, അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നല്ലപോലെ ബോൾ ടേൺ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഓഫ് സ്പിന്നർ കൂടിയാണ്. ഇനി അവരുടെ ടീമിലുള്ള മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് ജോഷ് ഇംഗ്ലീഷ് ആണ്. IPL മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് കണ്ടിരുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കയുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കണമെങ്കിൽ സാം കോൺസ്റ്റാസിനെ പുറത്തിരുത്തി ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലായിരിക്കും കളിപ്പിക്കേണ്ടി വരിക. അതുപോലെ തന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് സ്കോട്ട് ബോളണ്ട് ആണ്. ഇന്ത്യയുമായിട്ട് നല്ല പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ടീമിൽ ഈ 3 ഫാസ്റ്റ് ബോളർമാർ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് ചാൻസ് ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. മറ്റൊരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ക്യാമറോൺ ഗ്രീൻ ആണ്. ക്യാമറോൺ ഗ്രീനിന് കളിക്കണമെങ്കിൽ ബ്യൂ വെബ്സ്റ്ററിനെ മാറ്റിയിട്ട് വേണം ആ ഒരു സ്ലോട്ടിലാണ്, കാരണം ഓൾറൗണ്ടർ ആണ്. പക്ഷേ ക്യാമറോൺ ഗ്രീൻ ഇപ്പോഴും ബൗളിംഗ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നറുക്ക് വീഴാനുള്ള സാധ്യത ബ്യൂ വെബ്സ്റ്റർക്ക് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ്. എയ്ഡൻ മാർക്കറമിനെ ഞാൻ തെരഞ്ഞെടുക്കുകയാണ്. റിയാൻ റിക്കിൽട്ടനെയും ഞാൻ തെരഞ്ഞെടുക്കുന്നു. രണ്ടുപേരും നല്ല ഫോമിലാണ്. ട്രൈസ്റ്റൺ സ്റ്റബ്സിനെ ഒഴിവാക്കാനാവില്ല, അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ്. മാർക്കോ യാൻസനെ ഉൾപ്പെടുത്തുന്നു. അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. നല്ല പോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബോളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. കഗീസോ റബാദയെ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തും, കാരണം നല്ല സ്പീഡ് എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്, നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളർ കൂടിയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ ഉസ്മാൻ ഖവാജയെ ഞാൻ ഉൾപ്പെടുത്തുന്നു. അദ്ദേഹം ഈ ശ്രീലങ്കയിൽ നല്ല ഫോമിലായിരുന്നു. അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്തിനെ, അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. ട്രാവിസ് ഹെഡിനെ ഉൾപ്പെടുത്തുന്നത് ഏത് കണ്ടീഷൻസിലും ആക്രമിച്ച് കളിക്കാൻ കഴിയുന്ന താരമാണ് ട്രാവിസ്. മിച്ചൽ സ്റ്റാർക്കിനെ ഉൾപ്പെടുത്തുകയാണ്, പാറ്റ് കമ്മിൻസിനെ ഉൾപ്പെടുത്തുകയാണ്, ജോഷ് ഹേസൽവുഡിനെയും ഉൾപ്പെടുത്തുകയാണ്. 3 ഫാസ്റ്റ് ബോളർമാരെ ഉൾപ്പെടുത്തുകയാണ്, കാരണം 3 ഫാസ്റ്റ് ബോളർമാർക്കും ബോൾ നന്നപോലെ സ്വിംഗ് ചെയ്യിക്കാനും അതുപോലെ നല്ല സ്പീഡിൽ ബൗൾ ചെയ്യാനും കഴിയുന്നത് കൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തുന്നത്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഈ വർഷം ആരാണ് കിരീടം നിലനിർത്താൻ പോകുന്നത്? അതായത് ഓസ്ട്രേലിയ ആണെങ്കിൽ അവർ കിരീടം നിലനിർത്തുകയാണ്, കാരണം കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി കിരീടം നേടാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. ഈ വർഷം അത് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ, അതോ ഒരു പുതിയ ചാമ്പ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ പറഞ്ഞതുപോലെ 2025 എന്ന് പറയുന്നത് പുതിയ ടീമുകളുടെ, അല്ലെങ്കിൽ ഒരിക്കലും കപ്പ് നേടാത്ത അണ്ടർഡോഗ്സിന്റെ ഒരു വർഷമാണ്. അത് തിരുത്തി കുറിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇതിന്റെ
വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.